ഓക്കെ. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഡെറിവേറ്റീവിന്റെ ഒരു ബേസ് കോൺസെപ്റ്റ്, എങ്ങനെ ഈ സീക്കൻറ്റ് ടാൻജന്റ് ആവുന്നത്, ഡെറിവേറ്റീവിന്റെ ബേസ് ഇക്വേഷൻ ഉണ്ടല്ലോ അതെല്ലാം എങ്ങനെ വന്നതെന്ന് പറഞ്ഞു. ഓക്കെ. ഇനി അത് ജസ്റ്റ് കണ്ടിട്ടില്ലാതെ ജസ്റ്റ് ഒന്ന് നോക്കുന്നതല്ലായിരിക്കും, കാരണം ഇനി പറയാൻ പോകുന്നതിന് അത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ അറിയാവുന്നവരാണെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ നമ്മൾ ആ ഡെറിവേറ്റീവിന്റെ ബേസ് കോൺസെപ്റ്റ് എന്താന്ന് അതൊക്കെ നോക്കി. ഇനി അടുത്ത് എന്താ വെച്ചാൽ ഡെറിവേറ്റീവിന്റെ കുറെ ഇക്വേഷൻസ്. അത് നമ്മളിപ്പോൾ ഡെറിവേറ്റീവ് അറിയുന്ന ഒരാളോട് ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ എന്താണെന്ന് ചോദിച്ചാൽ ഉടനെ പറയും 2x. അല്ലെ ഡെറിവേറ്റീവ് ഓഫ് എക്സ് ക്യൂബ് എന്ന് ചോദിച്ചാൽ 3x². അതെങ്ങനെ വന്നെന്ന് ചോദിച്ചാൽ അതങ്ങനല്ലേ നമ്മളെ പഠിച്ചിട്ടുള്ളേ. എന്നാ തോനെയും പേരും പറയുന്ന, എന്നാ കുറച്ച് പേർക്ക് അറിയാതെ അങ്ങനെ വന്നു. ഓക്കെ. പ്രശ്നം എന്താ വെച്ചാൽ ഇതെല്ലാം നമ്മൾ കാണാൻ പഠിച്ചു വെച്ചേക്കുക. പക്ഷെ ഇത് ഈ ടൈമിൽ, അതായത് ഈ പറഞ്ഞിട്ട് എക്സാമിനും അതിനുമെല്ലാം ഈ സാധനങ്ങൾ നമ്മൾ കാണാൻ പഠിച്ചു വെക്കുന്നത് നല്ലത്. പക്ഷേ ഇന്റേണലി ഇതെങ്ങനെ വന്നത് എന്നറിഞ്ഞിരിക്കുന്ന എന്തുകൊണ്ടും നല്ലതാ. കാരണം നമുക്ക് ഇനി ഇതുപോലെ പല കാര്യങ്ങളും നമുക്ക് തന്നെ ഡെറൈവ് ചെയ്തെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഓക്കെ. അപ്പൊ നമ്മളെ ഏറ്റവും കൂടുതൽ നൊട്ടോറിയസ് ആയിട്ട് ഇതുപോലെ കാണാൻ പഠിച്ചു വെച്ചേക്കുന്ന രണ്ട് സാധനങ്ങളാണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയറും എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് എന്ന് പറഞ്ഞ ഇക്വേഷൻ, അതിന്റെ ഡെറിവേറ്റീവ്. അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x-ഉം എക്സ് ക്യൂബിന്റെ 3x². ഇനി അതെങ്ങനെ നമുക്ക് വന്നു എന്ന് പറഞ്ഞു തരാം. അതായത് നമ്മുടെ ഈ കണ്ടുപിടിച്ച് വെച്ച ഇക്വേഷൻസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ വന്നെന്ന് പറയാം. ഓക്കെ. ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ, ഇത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഇത് എക്സ് എന്ന് പറഞ്ഞ പോയിന്റിൽ അതിന്റെ വാല്യൂ എക്സ് സ്ക്വയർ ആണ്. ഓക്കെ. അതാണ് ഈ ഇക്വേഷൻ കൊണ്ട് ബേസിക്കലി മീൻ ചെയ്യുന്നത്. ഈ മേളിൽ കാണുന്ന ഇതാണ് നമ്മൾ ഡിറൈവ് ചെയ്തെടുത്ത നമ്മുടെ ഡെറിവേറ്റീവിന്റെ ബേസ് ഇക്വേഷൻ. നമ്മൾ ഡിറൈവ് ചെയ്യുന്നില്ല, ഇതാണ് ഡെറിവേറ്റീവിന്റെ ബേസ് ഇക്വേഷൻ. ഓക്കെ. ഇതിന്റെ അകത്ത് എച്ച് എന്നാണ് ചോദിക്കല് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഡെൽറ്റ എക്സ് വാല്യൂ ആണ് എച്ച് എന്ന് നമ്മൾ പറഞ്ഞത്. ഓക്കെ. കഴിഞ്ഞ വീഡിയോ ജസ്റ്റ് അതിൻ്റെ അകത്ത് ഈ വേരിയബിൾസ് ഒക്കെ ഇട്ട് വെച്ച് ഇവിടെ മനസ്സിലായില്ല, അവിടെ കയറി ജസ്റ്റ് ഒന്ന് നോക്കിയാൽ ചിലപ്പോൾ മനസ്സിലാവും എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ. എച്ച് എന്ന് പറഞ്ഞ വാല്യൂ ഡെൽറ്റ എക്സ് തന്നെ. നമ്മൾ ഡെൽറ്റ എക്സ് എന്ന് എഴുതാനുള്ള സുഖത്തിന് എച്ച് എന്നിട്ട് വെച്ചെന്നേ ഉള്ളൂ. ഓക്കെ. അപ്പം എക്സ് എന്ന് പറഞ്ഞ പോയിന്റിൽ എക്സ് സ്ക്വയർ ആണ് അതിന്റെ വാല്യൂ. നമ്മളെ എക്സിൽ നിന്ന് ഒരു എച്ച് ഡിസ്റ്റൻസ് എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്ത്, ഓക്കെ, അപ്പൊ കിട്ടുന്ന നമ്മുടെ പുതിയ വാല്യൂ എന്താണെന്നാണ് നമുക്ക് ഇവിടെ അറിയേണ്ടത്. അതായത് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച്. അതായത് എക്സിൽ നിൽക്കുമ്പോൾ ആണല്ല നമ്മുടെ വാല്യൂ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. അപ്പൊ നമ്മളെ എക്സ് ഡയറക്ഷനിൽ തന്നെ ഒരു എച്ച് ചെറിയ ഡിസ്റ്റൻസ് മൂവ് ചെയ്ത്, അപ്പൊ നമ്മുടെ ഈ എക്സിന്റെ വാല്യൂ എന്തോ, അതിന് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഈ എക്സിന്റെ സ്ഥലത്ത് എക്സ് പ്ലസ് എച്ച് ഇട്ട് കൊടുക്കണം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് ഈക്വൽ ടു എക്സ് പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ. ഇത് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിന്റെ ഫോർമാറ്റിലാണല്ലോ കിടക്കുന്നത്. അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്കറിയാലോ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. അതുപോലെ തന്നെ എക്സ് പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2x ഓഫ് എച്ച് പ്ലസ് എച്ച് സ്ക്വയർ. ഓക്കെ. ഇനി നമ്മുടെ ഈ ഇക്വേഷന്റെ ഈ പാർട്ട് കണ്ടോ, ഈ റൈറ്റിൽ കിടക്കുന്ന എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എച്ച്. അതായത് സ്ലോപ്പ് നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. സ്ലോപ്പ് y2 മൈനസ് y1 ബൈ ഡെൽറ്റ എക്സ്, അതായത് ചേഞ്ച് ഇൻ y ബൈ ചേഞ്ച് ഇൻ എക്സ്. നമ്മളിവിടെ സ്ലോപ്പ് എടുത്താൽ, അതായത് ഇതാണ് y2, അതായത് എക്സിൽ നിന്ന് ഒരു എച്ച് ഡിസ്റ്റൻസ് മാറിയല്ലോ. അപ്പൊ പുതിയ y എന്ന് പറയുന്ന വാല്യൂ അതാണല്ലോ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് പഴയ y വാല്യൂ, അതായത് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എച്ച്. അതായത് ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞാൽ എച്ച് ഡിസ്റ്റൻസ് ആണ് നമ്മൾ മൂവ് ചെയ്തത്, അപ്പൊ ഡെൽറ്റ എക്സ് ഡിസ്റ്റൻസ്. ഓക്കെ. ഇനി ഈ വാല്യൂസിനെ ഇവിടുന്ന് എടുത്ത് നമ്മൾ റീപ്ലേസ് ചെയ്യുക. എഫ് ഓഫ് എക്സിന് എക്സ് സ്ക്വയർ വെച്ചും എഫ് ഓഫ് എക്സ് പ്ലസ് എച്ചിന് ഈക്വേഷൻ വെച്ചും. അപ്പൊ എന്തായി, എക്സ് സ്ക്വയർ പ്ലസ് 2x ഓഫ് എച്ച് പ്ലസ് എച്ച് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ബൈ എച്ച്. ഇവിടെ എക്സ് സ്ക്വയറും കട്ടായി പോകും. പിന്നെ നമുക്ക് ബാക്കി കിട്ടുന്നുണ്ട് ഈ 2xh പ്ലസ് എച്ച് സ്ക്വയർ എന്ന് പറഞ്ഞ വാല്യൂം കിട്ടും. ബൈ ഡിനോമിനേറ്ററിൽ ഒരു എച്ചും ഉണ്ട്. ഇനി എച്ച് വെച്ച് ഇതിനെയും കട്ടി. ഓക്കെ. ഈ എച്ച് വെച്ച് ഇതിനെയും കട്ട് ചെയ്ത് നമുക്ക് ബാക്കി കിട്ടുന്ന 2x പ്ലസ് എച്ച് എന്ന് പറഞ്ഞ വാല്യൂ. ഇനി നമ്മൾ പഠിച്ചത് എന്താ, സ്ലോപ്പ് അറ്റ് എ പോയിന്റ് ആക്കണം, അതായത് ടാൻജന്റ് ആക്കണം. അതായത് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0. അതായത് ഡെൽറ്റ എക്സിന് ഒരിക്കലും 0 ആവാൻ പറ്റത്തില്ല. എന്താ കാര്യം എന്ന് കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ 0യോട് വളരെ അടുത്തൊരു വാല്യൂ ആവാം. ഓക്കെ. അപ്പൊ എന്ത് പറ്റും, എച്ച് എന്ന് പറഞ്ഞ വാല്യൂ 0യോട് അടുക്കും. അതായത് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. അതായത് നമ്മൾ ഈ കണ്ട വാല്യൂ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. ഇതെങ്ങനെ വന്നതെന്ന് മനസ്സിലായില്ലേ കഴിഞ്ഞ് നോക്കുന്ന നല്ലതായിരിക്കും, കാരണം അതിൻ്റെ അത് കറക്റ്റ് വന്നിട്ടുണ്ട്. അപ്പൊ എന്താ പറഞ്ഞത്, എച്ച് എന്ന് പറഞ്ഞ വാല്യൂ 0 ആവാൻ പറ്റത്തില്ല, പക്ഷെ 0യോട് വളരെ ക്ലോസ് ആവും. അങ്ങനെ ക്ലോസ് ആയാൽ ഈ എച്ച് എന്ന് പറഞ്ഞ വാല്യൂ വളരെ ചെറുതായിരിക്കും. അപ്പൊ എന്തായി, നമുക്ക് അതിനെ നെഗ്ലക്ട് ചെയ്ത് കളയാം. പിന്നെ നമുക്ക് ബാക്കി എന്താ കിട്ടും, 2x. അതായത് എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 2x. ഇങ്ങനെയാണ് ബേസിക്കലി
ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് 2x ആവുന്നത്. ഓക്കെ, എക്സ് ക്യൂബിന്റെ കാര്യം നോക്കാം. ഡെറിവേറ്റീവ് ഓഫ് എക്സ് ക്യൂബ് നമ്മൾ നേരത്തെ വന്നത് നമ്മുടെ ബേസിക് ഇക്വേഷൻ f dash of x equal to limit h tends to 0 f of x plus h minus f of x by h. x എന്ന് പറഞ്ഞ വാല്യൂവിൽ അല്ല y ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞ വാല്യൂവിൽ അതിന്റെ വാല്യൂ എക്സ് ക്യൂബാണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ ഒരു h ചെറിയ ഡിസ്റ്റൻസ് എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്ത്, അപ്പം പുതിയ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ന് പറഞ്ഞ വാല്യൂ എന്തോ ഈ എക്സ് ക്യൂബിന് പകരം എക്സ് പ്ലസ് എച്ച് ദ ഹോൾ ക്യൂബോ നമ്മൾ നേരത്തെ സ്ക്വയർ ചെയ്ത് അതേപോലെ തന്നെ അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എ പ്ലസ് ബി ദ ഹോൾ ക്യൂബിന്റെ ഇക്വേഷൻ വെച്ചിട്ട് തന്നെ ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ തന്നെ എക്സ്പാൻഡഡ് ഫോമിൽ കിട്ടും. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ട് സ്ലോപ്പ് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എച്ച്. കഴിഞ്ഞ സ്ക്വയറിന്റെ കാര്യത്തിൽ ചെയ്ത അതേ കാര്യം തന്നെ, അതായത് ഈ ഇക്വേഷന്റെ ഈ പാർട്ട് സ്ലോപ്പ് കണ്ടുപിടിക്കുന്നത്. അത് ചെയ്യുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഇക്വേഷൻസ് ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 3x സ്ക്വയർ എച്ച് പ്ലസ് 3xh സ്ക്വയർ പ്ലസ് എച്ച് ക്യൂബ് മൈനസ് എക്സ് ക്യൂബ് ബൈ എച്ച്. ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന അതേ വാല്യൂ തന്നെ, അതാണ് ഞാൻ പിന്നെ വായിക്കാൻ പിന്നെ കിടാത്ത. ഇതിന് എക്സ് ക്യൂബും കട്ടായിപ്പോൾ ബാക്കി നമുക്ക് കിട്ടുന്നത് എന്തുകൊണ്ട് ഈ 3x സ്ക്വയർ എച്ച് പ്ലസ് 3xh സ്ക്വയർ പ്ലസ് എച്ച് ക്യൂബ് ബൈ എച്ച്. ഇത് നിങ്ങൾക്ക് തന്നെ ഇന്നെ ചെയ്ത് നോക്കാം കേട്ടോ, അതാ ഏറ്റവും കൂടുതൽ ബെറ്റർ. നിങ്ങൾ തന്നെ എഴുതി ചെയ്ത് നോക്കുമ്പോഴേ നിങ്ങൾക്ക് കറക്റ്റ് അത് മനസ്സിലാകത്തുള്ളൂ. ഇത് ഞാൻ പറഞ്ഞു തരുന്നതല്ല, അത് നോക്കി മനസ്സിലാക്കുന്നതല്ല, എഴുതി മനസ്സിലാക്കുന്നതിന്റെ വലിയ കാര്യം. എന്നിട്ട് എന്താ ഈ എച്ച് വെച്ചിട്ട് ഇതും കട്ട് ചെയ്യാം, കാരണം 3 h ടൈംസ് ഉണ്ടല്ലോ ഇവിടെ. അങ്ങനെ എടുക്കുമ്പോൾ എന്താ പറ്റും 3x സ്ക്വയർ പ്ലസ് 3xh പ്ലസ് എച്ച് സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞ എന്താ എച്ച് വാല്യൂ ടെൻസ് ടു 0, അതായത് എച്ചിന് 0 ആവാൻ പറ്റത്തില്ല, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പക്ഷെ എച്ചിന് 0 വളരെ അടുത്താവാം. അപ്പൊ എന്താ പറ്റും എച്ച് എന്ന് പറഞ്ഞ വാല്യൂ വളരെ ചെറുതാവും. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് എന്താ പറ്റും നമുക്ക് ഈ 3xhഉം ഈ എച്ച് സ്ക്വയറും കട്ട് ചെയ്യാം. അതെങ്ങനെയാ വന്നതെന്ന് ചോദിക്കില്ല, കാരണം എച്ച് വളരെ ചെറുതാണ്, എച്ച് സ്ക്വയർ എന്ത് അതിലും ചെറുതോ, അതായത് 0.0000001ന്റെ സ്ക്വയർ എടുത്താൽ എന്താ 0.00000 അങ്ങനെ പോയി ഒരു വളരെ ചെറിയ വാല്യൂ കിട്ടും. അതുപോലെ തന്നെ 3x ഒരു വലിയ വാല്യൂ ആണെങ്കിലും വലുതെന്ന് നമ്മൾ പറയുന്ന ഒരു വാല്യൂ ആണെങ്കിലും എച്ച് വളരെ ചെറുതാകുമ്പോൾ എന്ത് പറ്റും ഈ ചെറിയ വാല്യൂവിന്റെ കൂടി ഈ വലിയ വാല്യൂ മൾട്ടിപ്ലൈ ചെയ്ത് ആ വാല്യൂ ചെറുതായി പോകത്തേ ഉള്ളൂ. അപ്പോൾ എന്ത് പറ്റും ഇതും നമുക്ക് നെഗ്ലക്ട് ചെയ്ത് കളയാൻ പറ്റും, കാരണം ഡെറിവേറ്റീവ് എപ്പോഴും സ്മോൾ ചേഞ്ച് ആണ് പറയുന്നത്, നമ്മൾ വലിയ ചേഞ്ച് അല്ല പറയുന്നത്. അതും ചിന്തിക്കണം, ഡെറിവേറ്റീവ് എപ്പോഴും നമ്മളൊരു സ്മോൾ ചേഞ്ചിന്റെ കേസാണ് പറയുന്നത്. അപ്പൊ ഈ എച്ച് എന്ന് പറഞ്ഞ വാല്യൂ വളരെ ചെറുതായിരിക്കും. അപ്പൊ ബാക്കി നമുക്ക് എന്താ കിട്ടും ഈ 3x സ്ക്വയർ മാത്രം കിട്ടും, അതായത് എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 3x സ്ക്വയർ. ഇപ്പൊ മനസ്സിലായോ ബേസിക്കലി ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ എങ്ങനെ 2x ആയിരുന്നു, ഡെറിവേറ്റീവ് ഓഫ് എക്സ് ക്യൂബ് എങ്ങനെ 3x സ്ക്വയർ ആയിരുന്നു. ഇത്രയേ ഉള്ളു കാര്യം. നമുക്ക് ഈ ഇക്വേഷൻ വെച്ചിട്ട് എന്തിനെയും കണ്ടുപിടിക്കാം, എന്ത് സാധനത്തിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം എന്നാണ് ആസ് ഓഫ് മൈ നോളജ്. ഓക്കെ, ഞാൻ ഒരുപാട് ഡീപ്പറായിട്ട് ഡിഗ് ചെയ്തിട്ടില്ല. ഇത് വെച്ചിട്ട് നമുക്ക് ഏതും ഡിറൈവ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് വിഷ്വലി നോക്കിയാലോ. അതായത് നിങ്ങളൊരു കാര്യം മറക്കില്ലേ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്നിടത്ത് നമ്മുടെ ഈ എക്സ് സ്ക്വയറിനെ വിഷ്വലി റെപ്രസെന്റ് ചെയ്ത് എങ്ങനെ ഇരിക്കും, അതൊരു സ്ക്വയറാ, മനസ്സിലായി, സ്ക്വയറിന്റെ ഇക്വേഷൻ എക്സ് സ്ക്വയർ. അതുപോലെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബിനെ നമ്മുടെ ജോമെട്രിക്കല്ലേ, അതായത് വിഷ്വലി റെപ്രസെന്റ് ചെയ്ത് എങ്ങനെ ഇരിക്കും, അതൊരു ക്യൂബാ. എക്സ് ക്യൂബ് എന്ന് പറയുന്നത് എന്താ ക്യൂബിന്റെ റെപ്രസെന്റേഷനാ വിഷ്വലി നോക്കിക്കഴിഞ്ഞാൽ. അതുകൊണ്ട് നമുക്ക് ഇതിനെ സിമ്പിൾ ആയിട്ട് വിഷ്വലി ഒന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഓക്കെ,